മധു, ആറളത്തുള്ള കാട്ടാനാക്രമണമാണ്. 2 പേർ മരിച്ചതിനെ തുടർന്ന് ഇന്നലെ വളരെ ശക്തമായ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ആറളത്ത് ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. DFO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. വലിയ ജനകീയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. തുടർച്ചയായി കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ആറളം ഏറെക്കാലം കാട്ടാന ഭീതിയിൽ ജീവിക്കുന്നതെങ്ങനെയെന്നറിയാതെ ആശങ്കയുടെ മുൾമുനയിൽ മുന്നോട്ട് പോയതാണ്. അവിടെ വലിയ പ്രതിരോധ മാർഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായി ദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടെ രോഷമണ പൊട്ടുകയായിരുന്നു. ഏറെ മണിക്കൂറുകൾ ഈ മൃതദേഹം സംസ്കരിക്കാൻ പോലും തയ്യാറാകാതെ ഒടുവിൽ മന്ത്രി തന്നെ എത്തി ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് പരിഹാരമുണ്ടാക്കിയത്. ഇനിയും ചർച്ചയാകാമെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. അതിനിടയിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധം കൂടി ഉണ്ടാവുകയാണ്. വിവരങ്ങളുമായിട്ടുണ്ട് ഫെലിക്സ്. ഇന്നലെ അത്യധികം നാടകീയമായ രംഗങ്ങൾ അവിടെ കണ്ടിരുന്നു. മന്ത്രി AK ശശീന്ദ്രനോട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് കണ്ടു. CPM ജില്ലാ സെക്രട്ടറി MB ജയരാജന് ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്നു. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഭിലാഷ്, 2 പേരുടെ ജീവൻ കാട്ടാനയെടുത്ത ആർലത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇന്നും തുടരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പേരാവൂർ MLA സണ്ണി ജോസഫാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാൻ ഈ പ്രവർത്തകർ ശ്രമിച്ച സന്ദർഭത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായില്ല. ഏതായാലും യൂത്ത് കോൺഗ്രസ് പറയുന്നത് വനം വകുപ്പ് ഈ വിഷയത്തിൽ വലിയ പരാജയമാണ് എന്നതാണ്. വനം വകുപ്പ് വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ല എന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനുണ്ട്. വിജിലെ, ഏത് രീതിയിലാണ് നിങ്ങൾ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഞങ്ങൾ ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പലതരത്തിൽ സർക്കാരിനെ സമീപിച്ച് ഇതൊരു ഒരു രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു ജനകീയ വിഷയമായി ജനങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ടെത്തണം. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇവിടുത്തെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് നടത്താൻ സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. ഇപ്പോൾ 16 ജീവനുകൾ ഈയിടെയായി കണ്ണൂർ ജില്ലയിൽ മൊത്തം 16 ജീവനുകൾ പൊലിഞ്ഞു. എന്നിട്ട് പോലും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഈ മരണം നടക്കുമ്പോൾ തുച്ഛമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ പ്രശ്നത്തെ ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നേരത്തെ ഉദ്ഘാടകനോട് സൂചിപ്പിച്ചല്ലോ, സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആനമതിലിന് 5 വർഷം മുമ്പ് അനുമതി ലഭിച്ചിട്ടും അതിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. അടിക്കാട് വെട്ടാൻ പോലും സാധിക്കാത്ത സർക്കാർ, ഈ സർക്കാരിൽ നിന്നും ഇനി കൂടുതൽ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഈ മന്ത്രിമാർ ഇവരെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ഞങ്ങൾ ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് രാഷ്ട്രീയ സമരമല്ല, നീതി ലഭിക്കുന്നവരെയുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ടിറങ്ങും. ഇന്നലെ ഞങ്ങളവിടെ കരിങ്കൊടി പ്രതിഷേധം നടത്തി. നാളുകളിൽ ഇനിയും നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഇതിനെതിരെ കണ്ണടക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും. അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതിന് പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വേദിയായതെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ണൂരിൽ അവസാനിച്ചിരിക്കുകയാണ്. DFO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്.